അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ഹരികുമാറിന്റെ സംസ്കാരം ഇന്ന് പാങ്ങോട് ചിത്രനഗറിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:30 മൃതദേഹം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ എത്തിക്കും. ഉച്ചയ്ക്ക് 2:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഹരികുമാറിന് യാത്രാമൊഴി നൽകുകയാണ് കലാലോകം. ഇപ്പോൾ മൃതദേഹം എവിടെയാണ് ഉള്ളത്? പൊതുദർശനങ്ങൾ എവിടെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു? ഫിജി, അന്തരിച്ച സംവിധായകൻ ഹരികുമാറിന്റെ വീട്ടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം അർബുദബാധത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അന്ത്യം. അതിനുശേഷം ഇന്ന് വീട്ടുവളപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം വീട്ടു പരിസരത്ത് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇതിനുശേഷം വീട്ടിൽ ബന്ധുക്കൾ വന്ന് കണ്ടതിന് ശേഷം ഇവിടെ നിന്നും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലേക്ക് 11:30 തന്നെ ഏകദേശം ആ സമയത്തോടെ തന്നെ അവിടേക്ക് എത്തിക്കും. അതിനുശേഷം അവിടെ പൊതുദർശനത്തിനാണ് ഭൗതികദേഹം വയ്ക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 തന്നെ ശാന്തി കവാടത്തിൽ സംസ്കരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ കലാകാരൻ തന്നെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം 18ഓളം സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 4 പതിറ്റാണ്ടുകളായി മലയാള ചലച്ചിത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഉദ്യാനപാലകൻ, സുഹൃതം, സ്വയംവരപ്പന്തൽ തുടങ്ങി നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2022 വരെ സജീവമായി നിന്ന ഒരു സംവിധായകൻ കൂടിയാണ് ഹരികുമാർ. അദ്ദേഹം ഇപ്പോൾ 16 ചിത്രങ്ങൾ അടക്കം പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെയും സംവിധാനം ചെയ്തിട്ടുണ്ട്. 81 പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. അതിനുശേഷം 94 ശ്രദ്ധേയമായ ചിത്രം സുഹൃതം റിലീസ് ചെയ്തത്. സുഹൃതം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടിയ ഒരു ചിത്രം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. അതിനുശേഷം സദ്ഗമയ, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, പുലർവട്ടം, അങ്ങനെ നിരവധി സിനിമകളാണ് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ തീർച്ചയായിട്ടും മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ സംവിധായകനായ അദ്ദേഹം നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തതോടൊപ്പം തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയായിട്ട് 2 തവണ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അതിൻ്റെ അംഗമായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. മികച്ച മലയാളം ഫീച്ചർ സിനിമ എന്നുള്ള തലത്തിൽ സുഹൃതത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി സംഭാവനകളാണ് മലയാള ചലച്ചിത്രത്തിന് ലഭിച്ചത്. 2022 വരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അർബുദ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് ചികിത്സയിലായത്. അതിനുശേഷം ഇപ്പോൾ മരിക്കുകയായിരുന്നു. 70 വയസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഏകദേശം 12 മണിയോടെ തന്നെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. കൂടുതൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയും അവിടെയായിരിക്കും ഉണ്ടാകുക. അതിനുശേഷമാണ് ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുക. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മകളിലേക്ക് നോക്കുമ്പോൾ നിരവധി ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് പ്രധാനപ്പെട്ടതായുണ്ട്. അത്തരത്തിലുള്ള ഒരു സംവിധായകനെ കൂടിയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഫിജി. ശരി, വിഷ്ണു കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഹരികുമാറിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. 2 ഇടങ്ങളിൽ പൊതുദർശനവും ഉണ്ടാവും.